നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ഭീതി. തൃശൂരിൽ 15 വയസ്സുകാരിക്ക് നിപ്പ ബാധയെന്ന് സംശയം. കുട്ടിയെ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ സ്വദേശിനിയാണ് 15-കാരി. കഴിഞ്ഞ രാത്രിയാണ് കടുത്ത പനിബാധയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. പൂനെയിൽ നിന്നും ലഭിക്കുന്ന ഫലമനുസരിച്ച് തുടർ നടപടിയെന്ന് ആശുപത്രി അധികൃതർ. പൊതുശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളം ഇനിയും ഏറെ മുന്നേറാനുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുതെന്നും മന്ത്രി. ഹരിതകർമ്മ സേനയ്ക്ക് മാലിന്യം നൽകുന്നതിൽ വീഴ്ച പാടില്ല. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പ്ലാന്റുകൾക്കെതിരെ നടക്കുന്ന സമരങ്ങൾ കാപട്യം. പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ചുള്ള മാലിന്യ സംസ്കരണത്തെ പോലും ഒരു വിഭാഗം എതിർക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. മാലിന്യമുക്ത നവകേരളം ജനകീയ ശുചീകരണ പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു. സംസ്ഥാനത്ത് 3-ാം ശനിയാഴ്ചകളിൽ ഇനി ജനകീയ പൊതുയിട ശുചീകരണമെന്ന് മന്ത്രി രാജേഷ്. മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ പരിപാലനത്തിലും കേരളം കൈവരിക്കുന്ന മാതൃകാപരമായ നേട്ടം സുസ്ഥിരമായി നിലനിർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിൽ ശുചീകരണ പ്രവർത്തനം. ചെറുതുരുത്തിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചകർമ്മ നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തതായി UR പ്രദീപ് MLA. പാട്ടനിരക്ക് R1-ന് 100 രൂപ നിരക്കിൽ 25 വർഷത്തേക്ക് കൂടി പുതുക്കി നൽകും. 2021 വരെ 200 രൂപയായിരുന്ന പാട്ടനിരക്ക് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 5.95 ഏക്കർ സ്ഥലത്തിന് 50,36,160 രൂപയായി. പഞ്ചകർമ്മയെ എയ്ഡഡ് സ്ഥാപനമായി കാണാൻ കഴിയില്ലെന്ന് MLA. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് നിരക്ക് കുറയ്ക്കൽ. ഈ സിസ്റ്റം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ സിസ്റ്റം മൊത്തത്തിൽ അപകടമാണ്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ജനജീവന് ഭീഷണിയും അതിലേറെ ഭീതിയും പരത്തി ഭീമൻ കുഴികൾ. അത്താണി മേൽപ്പാല പരിസരത്ത് ഗതാഗതം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥ. അപകടങ്ങൾ നിത്യസംഭവം. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ ഗുരുതര അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ച് കോൺഗ്രസ്. സർക്കാരിന്റെ റോഡ് നവീകരണ പ്രവർത്തനങ്ങളെ പരിഹസിച്ച് വേറിട്ട സമരം. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ OP സമയത്തിൽ മാറ്റം. കാലത്ത് 9 മുതൽ വൈകിട്ട് 10 വരെ OPയും ഫാർമസിയും പ്രവർത്തിക്കുമെന്ന് അധികൃതർ. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തും തോളൂർ പഞ്ചായത്തും ഡോക്ടർ സേവനം ഉറപ്പാക്കാൻ 6 ലക്ഷം രൂപ വീതം അനുവദിച്ചു. നിർധന രോഗികൾക്ക് വലിയ ആശ്വാസം പദ്ധതി. ലാബ് സൗകര്യവും ജനങ്ങൾക്ക് സ്വന്തം. അയ്യന്തോളിൽ ബൈക്ക് യാത്രികനായ യുവാവ് സ്വകാര്യ ബസ്സിനടിയിൽ പെട്ട് മരണമടഞ്ഞു. ലാലൂർ എൽത്തുരുത്ത് സ്വദേശി ആബേൽ ചാക്കോയാണ് ദുരന്തത്തിനിരയായത്. കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോഴാണ് ബസ്സിനടിയിൽ പെട്ടതെന്നാരോപിച്ച് കോൺഗ്രസ് BJP പ്രക്ഷോഭം. അപകട കാരണം കുഴിയല്ലെന്ന് CCTV ദൃശ്യങ്ങൾ. ബസ്സിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമെന്ന് കണ്ടെത്തൽ. കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഗുരുതര വീഴ്ചയെന്ന് ആരോപണം.
ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇരിങ്ങാലക്കുടയിൽ ഓഫീസിലേക്ക് KSU മാർച്ച്. ഡാണാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പോലീസുമായി നേരിയ സംഘർഷം. KPCC സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. റാപ്പർ ബേഡിന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ സിലബസിൽ നിന്ന് വേണ്ടെന്ന് വെച്ചത് തനിക്കറിയില്ലെന്ന് മന്ത്രി R ബിന്ദു. എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണെന്നും വിശദീകരണം. സർവകലാശാലയെ BA 3ാം സെമസ്റ്റർ മലയാളം സിലബസിൽ നിന്നാണ് ബേഡന്റെ പാട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നത്. സർവകലാശാലകളിൽ സ്വസ്ഥവും ശാന്തവുമായ അന്തരീക്ഷം വേണമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 3 മുതൽ 9 വരെ. 9-ന് ഘോഷയാത്രയോടെ തിരുവനന്തപുരത്ത് സമാപനം. ജില്ലാ തലത്തിൽ DTPCയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഹരിതചട്ടം പാലിച്ചായിരിക്കും ആഘോഷമെന്ന് അധികൃതർ.